സംസ്ഥാന മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കൊല്ലത്താരംഭിച്ച എൻ്റെ കേരളം പ്രദർശന വിപണനമേളയ്ക്ക് പ്രൗഢോജ്വല തുടക്കം. പൊതുജനാഭിപ്രായം സ്വരൂപിക്കുന്നതിലൂടെ ലഭിക്കുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭരണപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. സംസ്ഥാന മന്ത്രിസഭയുടെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് വിവര പൊതുജന സമ്പർക്ക വകുപ്പിന്റെ ഏകോപനത്തിൽ സംഘടിപ്പിച്ച എൻ്റെ കേരളം പ്രദർശന വിപണനമേള ആശ്രാമം മൈതാനത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തുടർച്ചയായി 9 വർഷങ്ങളിൽ കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയെന്ന് മന്ത്രി പറഞ്ഞു. കേരളം എന്ന നമ്മുടെ സംസ്ഥാനത്ത് ലോകത്തിനു മുമ്പിൽ ധാരാളം മാതൃകകൾ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞ നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ 4 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ 4ാം വാർഷിക ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് 4ാം വാർഷികമല്ല. കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തുടർച്ചയായി ഒരു മുന്നണി 2 ഗവൺമെന്റുകൾ വരുന്നത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒരു അത്ഭുതമൊന്നുമല്ല. കേരളത്തിൽ നമുക്ക് 57 മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ അങ്ങനത്തെ ചരിത്രമില്ല. അങ്ങനെ 1ാം പിണറായി സർക്കാർ 5 വർഷം പൂർത്തീകരിക്കുകയും ആ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ നല്ലതുപോലെ തുടരുന്നതിന് വേണ്ടി ജനങ്ങൾ ആ സർക്കാരിനെ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചതിൻ്റെ ഭാഗമായി ഇപ്പോൾ 4 വർഷം പൂർത്തിയായിരിക്കും. ഈ കാര്യങ്ങൾ ഈ 4, 5, 4, 9 വർഷമാണ് ടെക്നിക്കലി ഈ ഗവൺമെന്റിന്റെ 4ാം വർഷമാണ്. 4ാം വാർഷിക ആഘോഷങ്ങൾ നടക്കുകയാണ് സംസ്ഥാനത്താകെ. 5ാം വാർഷികം ആഘോഷം ഇങ്ങനെ നടക്കാൻ പറ്റില്ല. കാരണം 5 വർഷം ആകുമ്പോഴേക്കും ഏത് ഗവൺമെന്റ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് കാലാവധി കഴിയുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോകും. അത് കേവലം സംസ്ഥാന ഗവൺമെന്റിന്റെ മാത്രമല്ല, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉൾപ്പെടെ നമ്മുടെ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റി പഞ്ചായത്തും ബ്ലോക്കും എല്ലാം ലോക്കൽ ഗവൺമെന്റുകളാണ്. കേരളത്തിൽ മാത്രമാണ് ഇത്രയും ബഡ്ജറ്റ് തുക ഉള്ള ആകെയുള്ള പ്ലാനിൻ്റെ ഏകദേശം 3/1 തനതായി തന്നെ പഞ്ചായത്തുകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവരുടെ പ്ലാനിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. ഇത്രയും തുക വേറെ ഇവിടെ ഇല്ല. ഇതുപോലെ പഞ്ചായത്തുകളില്ല, തദ്ദേശ സ്ഥാപനങ്ങളില്ല. അപ്പോൾ ആ ഗവൺമെന്റ് അതിൻ്റെ ഈ ഏകദേശം 4 വർഷമായി. ഇതെല്ലാം ചേർന്ന് നമ്മുടെ ജനങ്ങളുടെ മുന്നിലേക്ക് നടന്ന കാര്യങ്ങൾ വിശദീകരിക്കാനും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാനുമാണ് ഇങ്ങനെയുള്ള യോഗങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ ജില്ലയിൽ ഈ യോഗം ആലോചിക്കുമ്പോൾ ഇന്നത്തെ ഈ ഉദ്ഘാടന പരിപാടി 11ാം തീയതിയാണ് നമ്മൾ ആദ്യം വെച്ചിരുന്നത്. നമ്മുടെ രാജ്യത്ത് അതിർത്തി കടന്നെത്തിയ ഭീകരവാദികൾ നടത്തിയ വളരെ ക്രൂരമായ ആക്രമണത്തെ തുടർന്ന് 26 നമ്മുടെ പൗരന്മാർ രക്തസാക്ഷികളായി എന്ന് നമുക്കറിയാം. അതിൻ്റെ ഭാഗമായി തുടർന്നുണ്ടായ അതിർത്തിയിലെ സംഘർഷം, ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് നമ്മൾ നടത്തുന്ന ശ്രമം, അതിലെല്ലാം ഭാഗമായിട്ട് ഒരു അല്പം നീണ്ടുപോയേക്കാവുന്നൊരു അന്തരീക്ഷം തന്നെ നമ്മുടെ അതിർത്തിയിൽ യുദ്ധസമാനമായ അവസ്ഥ നീണ്ടുപോകുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതെല്ലാം മാറ്റിവെച്ച് കഴിഞ്ഞ് 3 ദിവസത്തിനകമാണ് വീണ്ടും ആ അതിർത്തിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും നമുക്ക് ഇങ്ങനെ വീണ്ടും പരിപാടി തുടങ്ങുന്നു വെച്ചാൽ അതുകൊണ്ട് തന്നെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് പോയിരുന്നു. മേയർ ഹണി എം. നൌഷാദ് MLA, ജില്ലാ കളക്ടർ N. ദേവിദാസ്, ഡെപ്യൂട്ടി മേയർ S. ജയൻ, സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ, റൂറൽ SP സാബു മാത്യു, ADM G. നിർമ്മൽകുമാർ, I&PRD മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ KS ശൈലേന്ദ്രൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ L. ഹേമന്ത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കേരള പ്രൈം ടുഡേ.